നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്സംഗം തുടങ്ങുന്നതിന് മുൻപ് നമ്മളുടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനായിട്ടുള്ള അശോകൻ എന്ന് പറഞ്ഞൊരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നാമം ജപിക്കാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് ഒരുമിച്ച് നാമം ജപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഗുരുവായൂരപ്പൻ്റെ കുറച്ച് നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഈ നാമങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ നാമങ്ങളും നമ്മൾ സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി തന്നെയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു സജഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമല്ല, അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന ഗ്രാമവാസികൾക്ക് അല്ലെങ്കിൽ യുദ്ധം നേരിടേണ്ടി വരുന്ന സമയത്ത് ആർക്കൊക്കെയാണോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ആ എല്ലാ ആളുകൾക്കും കൂടി ചേർത്ത് ചെയ്തൂടെ എന്ന മറ്റൊരു ഭക്തയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. ശരിയാണ്, എല്ലാവർക്കും വേണ്ടി രാജ്യത്തിന് ഒന്നടങ്കം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. രാജ്യത്തിന് ഒന്നടങ്കം അത് ഏതൊരു സാഹചര്യത്തിലും യുദ്ധം പ്രതികൂലമായി ബാധിച്ചേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും ബാധിക്കാതെ പോട്ടെ, അല്ലെങ്കിൽ നമുക്കെല്ലാം വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയും കൂടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാമജപം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് പുതിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു. നാമജപം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാമജപം നമ്മുടെ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുകയാണ് വേണ്ടത്. ഓരോ ദിവസത്തെ നാമം അന്നന്ന് കൂട്ടി വെച്ചിട്ട് അവസാനത്തെ ദിവസം നാമജപം അപ്ഡേറ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഭക്തയുടെ ഇഷ്ടം അല്ലെങ്കിൽ ഭക്തൻ്റെ ഇഷ്ടം എന്നാണ് പറയേണ്ടത്. ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കൃഷ്ണാരിമിത്രത്തിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് പേര് വന്നു കേട്ടോ. അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഗ്രൂപ്പിൽ ആഡ് ആവാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൃഷ്ണാരിമിത്രത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി ഇന്നത്തെ നമ്മളുടെ നന്ദഗേഹത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാം അല്ലേ. ഇന്നും ഞാൻ അവിടെ ആ വൃന്ദാവനത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ അമ്പാടിയിൽ നിന്ന് വിട്ടു പോന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു ബാല്യകാലത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ വൃന്ദാവനത്തിൻ്റെ ആ ഒരു എന്താ പറയുക പുറം കാഴ്ചകളിലൂടെ പോകുന്നതിന് പകരം നേരെ നന്ദഗൃഹത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല രത്നങ്ങളും മുത്തുകളും മരതകവും മാണിക്യവും ഒക്കെ പതിച്ചിട്ടുള്ള 2 തൊട്ടിലുകൾ കാണാൻ സാധിക്കും നമുക്ക്. ഈ 2 തൊട്ടിലുകളിലായിട്ട് മാസങ്ങൾ മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികൾ കിടന്നുറങ്ങുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇവരെ യഥാർത്ഥത്തിൽ ഉറങ്ങുകയല്ലായിരുന്നു എന്നാണ് ആചാര്യൻ പറയാറ്. കൃഷ്ണൻ ചോദിക്കുകയാണ്, രാമേട്ടനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഈ മനുഷ്യ കുട്ടികൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക എന്ന് ചോദിച്ചു അത്രേ.
ആ സമയത്ത് രാമൻ പറഞ്ഞു അത്രേ, ഞാനിപ്പോൾ ഉണ്ണി എപ്പോഴാണ് എഴുന്നേറ്റ് നടക്കുന്നത് അപ്പം എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കിടപ്പ് കിടക്കണേന്ന്. കഷ്ടം എന്ന് തോന്നിയിട്ടേ നമ്മുടെ ഉണ്ണികൃഷ്ണനെ. വേറൊന്നുമല്ല, ഇദ്ദേഹം ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ആ രാമനായി ഞാൻ വന്ന സമയത്ത് ലക്ഷ്മണനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇതേ രാമേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. ആ സമയത്ത് ലക്ഷ്മണന് എല്ലാം ശ്രീരാമദേവൻ എന്താണോ പറയണത് അതുപോലെ നടക്കുകയാണ് ലക്ഷ്മണൻ്റെ ആ ഒരു രീതി. ഇടവും വലവും നോക്കില്ല, രാമൻ എന്താ പറഞ്ഞത് അതാണ് ലക്ഷ്മണൻ്റെ ആ ഒരു ആപ്തവാക്യം. അല്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചു വരുന്ന നിയമം രാമൻ്റെ നിയമങ്ങളാണ്. ഇത്തവണ അപ്പോൾ ആ ഒരു ജന്മത്തിൽ ലക്ഷ്മണനോട് സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അത് നടക്കില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അയോധ്യയിലെ രാജാവാണ്, നിന്റെ ജ്യേഷ്ഠനാണ്, ഇത് എൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പം അദ്ദേഹത്തിന് എതിർത്ത് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അത്രേ, ഇനിയൊരു ജന്മം ഉണ്ട് വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ ആവുള്ളൂ, അനിയനാവില്ല അത്. അങ്ങനെ വലിയ കാര്യത്തിൽ നേരത്തെ പോകുന്ന ആളാണ്. എന്നിട്ട് ഇപ്പം എന്നോട് എന്താ പറയണത്, ഞാൻ എഴുന്നേറ്റ് നടന്നിട്ട് വേണം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാനാ. കഷ്ടം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് നടന്നു തുടങ്ങാമല്ലേ എന്നായി ഇത്ര ഈ ഉറക്കത്തിൽ ഇവരുടെ സംഭാഷണങ്ങൾ വരുന്നത്. ഒരാൾ ഉണർന്നാൽ ഉടൻ തന്നെ ഓരോ കുഞ്ഞു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത ആളെ ഉണർത്തൽ അത് പതിവാണ് കേട്ടോ. ഈ രണ്ടുണ്ണിയോളം ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അമ്മമാർക്ക് ജോലികളെല്ലാം ചെയ്യാൻ സാധിക്കുക. അങ്ങനെ യശോദമ്മയും അതുപോലെ തന്നെ രോഹിണി അമ്മയും അവരവരുടെ ഗൃഹകൃത്യങ്ങളെല്ലാം വേഗം ചെയ്തൊരുക്കി വെക്കുകയാണ്. കാരണം എന്താ, ഉണ്ണി ഉണർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്നാൽ വേഗം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഉണ്ണികൃഷ്ണൻ്റെ കുഞ്ഞ് മുരടനക്കങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങിയത്. ഉണ്ണി ഉണർന്നു എന്നാ തോന്നണേ കേട്ടോ രോഹിണി എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് യശോദമ്മ വരുന്നത്. നോക്കുമ്പോൾ എന്താ, കൃഷ്ണൻ മാത്രമല്ല ഉണ്ണി രാമനും ഉണർന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഉണ്ണികൃഷ്ണനെ എടുത്തുകൊണ്ട് ആ അമ്മ യശോദമ്മ ആ ചുമലിലൊക്കെ കിടത്തി ഒന്ന് പാട്ടൊക്കെ പാടി കുറച്ച് പാലൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ആ കൃഷ്ണ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതേമാതിരി തന്നെയാണ് രോഹിണി അമ്മയുടെ ചേഷ്ടകളെല്ലാം. അതിനുശേഷം കഷ്ടിച്ചിരിക്കാറായ മുട്ടിലിഴയുന്ന പ്രായത്തിലുള്ള ഉണ്ണികളെ രണ്ടുപേരെയും ഈ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ഒരു പട്ട് വിരിച്ച് അതിൽ നിരത്തി വെച്ച് ആനയുടെയും മയിലിൻ്റെയും തത്തയുടെയും ഒക്കെ രൂപമുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ച് കുഞ്ഞു വണ്ടികളുടെയൊക്കെ രൂപങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. വയറ് നിറച്ച് പാല് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പുറത്തെ കാറ്റൊക്കെ വരാൻ പാകത്തിനുള്ള ആ ഒരു കടന്നു ചെല്ലുന്ന മുറിയിൽ വിശ്രമിക്കാനായിട്ട് ഇരുത്തിയതാണ്, കളിക്കാനായിട്ട് ഇരുത്തിയതാണ് യശോദമ്മയും രോഹിണിയമ്മയും. ഇവരിങ്ങനെ ഗൃഹകൃത്യങ്ങളുടെ കാര്യങ്ങളും ഇന്നലെ ആ ഗോപി വന്ന സമയത്തുണ്ടല്ലോ അവളൊരു പറച്ചിൽ, നിന്റെ ഉണ്ണിക്ക് ഇപ്പം എത്ര കൊണ്ട് പ്രായമായി യശോദയെന്നൊരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനിപ്പോൾ 8 മാസത്തോളം ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. 8 മാസമൊന്നും അല്ല കേട്ടോ, ഇവനെ കണ്ടാൽ തോന്നുക, ഇവനെ കണ്ടാൽ ഒരു വയസ്സ് 2 മാസത്തോളമൊക്കെ പ്രായമായി എന്ന് തോന്നുന്നു. എനിക്കങ്ങടെ വന്നൊരു ദേഷ്യം ഉണ്ടല്ലോ എന്നൊക്കെ പറയണ്ട യശോദമ്മ കേട്ടോ. ആ സമയത്ത് രോഹിണിയമ്മ പറയാ, ഓ അപ്പം തന്നെ ഒരു ലേശം കടുകും മുളകും ഒഴിഞ്ഞിടായിരുന്നില്ലേ യശോദയെ നിനക്ക്? ഇല്ലാച്ചാൽ ഈ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു കണ്ണ് വിട്ടലാവില്ലേ? എൻ്റെ ഉണ്ണിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഒന്ന് ആ ഒരു തലയിലൊക്കെ രോഹിണിയമ്മ ഉണ്ണികൃഷ്ണൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി. ഉണ്ണികൃഷ്ണന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ്, അല്ല യശോദേ, നീ ആ തൈര് കടഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നാ തോന്നണത്, അപ്പോഴല്ലേ ഉണ്ണി ഇങ്ങനെ കരഞ്ഞത്, ഞാൻ പോയി എടുത്തു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ യശോദമ്മ അകത്തേക്ക് പോയ സമയത്താണ് മറ്റൊരു ഗോപി ഇങ്ങേപ്പുറത്തെ വാതിലിലൂടെ വിളിക്കുകയാണ് കേട്ടോ, ഇവിടെ ആരും ഇല്ലേ എന്ന്. ഇതെന്താ സംഗതി എന്ന് നോക്കാനായിട്ട് ആ രോഹിണി അമ്മ അപ്പുറത്തേക്കും എഴുന്നേറ്റ് പോയ സമയത്താണ് ഉണ്ണികൃഷ്ണൻ മുറ്റത്തേക്ക് നോക്കണത്. അവിടെയുണ്ട് ആ പശുക്കിടാവ് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നു. ഇന്നലെ അല്ലേ അമ്മ പറഞ്ഞത് പശുക്കിടാവതാ പശു അതാ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ, ഇന്നേക്ക് ഇവനതാ എഴുന്നേറ്റ് നിൽക്കുകയോ? അപ്പം നീ ഇങ്ങനെയാണോ വേണ്ടത്? വേഗം എഴുന്നേറ്റ് നിൽക്കുക, അത് തരക്കേടില്ലല്ലോ എന്ന് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു. ഏട്ടനോട് പറയുക ചെയ്തു. കണ്ടില്ലേ ഏട്ടാ, ഇന്നലെയല്ലേ അമ്മ പറഞ്ഞത് ഒരു പശു പ്രസവിച്ചിട്ടുണ്ട് എന്ന്, അതല്ലേ നമ്മൾ കേട്ടത്, ഇന്നേക്കിതാ പശു എഴുന്നേറ്റ് നിൽക്കുന്നതാണല്ലോ കാണുന്നത് എന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ മുട്ടുകുത്തി പുറത്തേക്ക് പോയി. ആ പശുക്കിടാവിൻ്റെ അടുത്ത് പോയി ഉണ്ണികൃഷ്ണൻ.
ആ പശുക്കിടാവ് അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ആ കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് ആ ഉണ്ണികൃഷ്ണൻ ഓടി വന്നത്. അപ്പോൾ ആ കിടക്കുന്നത് കണ്ട സമയത്ത് നീ കിടന്നോ എന്നായി കേട്ടോ ഉണ്ണികൃഷ്ണൻ പതുക്കെ പോയി ആ പശുവിൻ്റെ വാലിലൊന്ന് പിടിച്ചു അത്രേ. വാലിൽ പശുക്കിടാവിൻ്റെ പിടിച്ചാൽ അവനുണ്ടോ നിൽക്കുന്നു. എഴുന്നേൽക്കൽ മാത്രമല്ല ഓരോട്ടവും വെച്ച് കൊടുത്തു അത്രേ. ആ സമയത്ത് എന്താ ഉണ്ടായി, ഉണ്ണികൃഷ്ണന് ഓടി. ഈ സമയത്ത് തന്നെ അങ്ങേപ്പുറത്തെ പശുക്കിടാവിൻ്റെ വാല് പിടിച്ചിരിക്കുകയാണ് ബലരാമനും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഈ യശോദമ്മയും രോഹിണിയമ്മയും തിരിച്ചു വന്ന സമയത്ത് രണ്ട് ഉണ്ണികളെ കാണാനില്ലല്ലോ എന്ന് കരുതി പരിഭ്രമിച്ചു പുറത്തേക്ക് മുറ്റത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് പശുക്കിടാവിനെയും വാലും പിടിച്ച് ഓടി നടക്കുന്ന ഉണ്ണികൃഷ്ണനെയും രാമനെയുമാണത്രേ അവർക്ക് കാണാൻ സാധിച്ചത്. പരിഭ്രമിച്ചും കൊണ്ട് ഓടി വന്നു യശോദമ്മ. ആ സമയം ഉണ്ണികൃഷ്ണൻ പറഞ്ഞേ, ഞാനിപ്പോൾ പഠിച്ചിരിക്കണു കേട്ടോ, ഇനി എനിക്ക് നിന്റെ വാലിൻ്റെ സഹായമൊന്നും വേണ്ട, എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും ഒക്കെ എന്ന് പറഞ്ഞ് ആ പശുക്കിടാവിൻ്റെ വാല് വിട്ടു. വാല് വിട്ടിട്ടും ഉണ്ണികൃഷ്ണൻ വീഴാതെ പതുക്കെ രണ്ടടി വെക്കാൻ തുടങ്ങി. ഇത് കണ്ട സമയത്ത് യശോദമ്മയ്ക്കുണ്ടായ ആ ഒരു സന്തോഷം, കണ്ടില്ലേ രോഹിണി, നമ്മുടെ ഉണ്ണി നടക്കാൻ പഠിച്ചിരിക്കണൂന്ന്. അപ്പോഴാണ് രോഹിണിയ മറ്റേ പശുക്കിടാവിൻ്റെ വാലിൻ്റെ ചോട്ടിൽ നിന്ന് ആ രാമനെയും എടുത്തുകൊണ്ട് വരുന്നു. ഇവനും തരക്കേടില്ലാതെ ഓടാനൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ എന്നായി യശോദമ്മയോട് രോഹിണിയമ്മ പറയുന്നത്. ഇങ്ങനെയാണത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടാൻ പഠിച്ചത്, നടക്കാൻ പഠിച്ചത്. പശുക്കിടാവിൻ്റെ സഹായത്തോടു കൂടി നടക്കാനും ഓടാനും ഒക്കെ പഠിച്ച നമ്മുടെ ഉണ്ണികൃഷ്ണനും ബലരാമനും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ താഴെ വന്ന ചോദ്യങ്ങൾ ഞാനങ്ങനെ ചോദ്യം ഉത്തരം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. സാധാരണ പോലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാം എന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാനതിൻ്റെ മറുപടിയും കൂടി പറയുകയാണ്. അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വഴിപാട് എന്നാണോ അന്ന് തന്നെ വന്ന് ബുക്ക് ചെയ്താൽ മതിയോ, അതല്ല മുൻകൂട്ടി ബുക്ക് ചെയ്യണോ, എങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് പ്രൊസീജിയർ കൂടെ പറയാമോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ വഴിപാട് കണ്ടു തൊഴാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നാണ്. കൃഷ്ണനാട്ടംകളി ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണനാട്ടംകളി നടത്തണം എന്ന് നിശ്ചയിക്കുന്നത് ദേവസ്വമാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് മുൻകൂട്ടി ലഭിക്കും. ആ ലിസ്റ്റിന് പ്രകാരം നമുക്ക് ഏത് ദിവസമാണോ സൗകര്യപ്പെടുക ആ ദിവസം നമുക്ക് ആ ഒരു കൃഷ്ണനാട്ടംകളി അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഷീട്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഷീട്ടാക്കാം. ഷീട്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വന്ന് കണ്ടു തൊഴുത് നമസ്കരിക്കേണ്ട പ്രൊസീജിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാത്രി 10:30 മണിക്കാണ് കൃഷ്ണനാട്ടംകളി തുടങ്ങുന്നത്. 1:30 മണിയോളം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ 10:30 മണിക്ക് വരുന്ന സമയത്ത് കണ്ടു തൊഴുത് നമസ്കരിക്കാം. മുഴുവൻ നേരം ഇരിക്കാൻ സാധിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ അങ്ങനെ. ഇനി അഥവാ നിങ്ങൾക്ക് മുഴുവൻ നേരം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 1-2 ആ ഒരു സീൻ കണ്ടതിന് ശേഷം തൊഴുത് നമസ്കരിച്ച് തിരിച്ചു പോകാനും മതി. അങ്ങനെ അത് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ. അതുപോലെ തന്നെ ഈ കൃഷ്ണനാട്ടംകളിയുടെ റെസിപ്റ്റ് നമുക്ക് കൗണ്ടറിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പ്രസാദ കിറ്റ് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങാൻ മറക്കണ്ട. ഇനി അടുത്ത സംശയം വരിക, ഈ കൃഷ്ണനാട്ടംകളി ബുക്ക് ചെയ്ത ഭക്തജനങ്ങൾക്ക് മാത്രമാണോ കാണാൻ സാധിക്കുക എന്ന്. അങ്ങനെയില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. അത് ആർക്കൊക്കെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയില്ല, എല്ലാവർക്കും കൃഷ്ണനാട്ടംകളി കാണാൻ പറ്റും. വടക്ക് വശത്താണ്, അതായത് നമ്മൾ നാലമ്പലത്തിനകത്ത് തൊഴുതിട്ട് പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കൃഷ്ണനാട്ടംകളി നടക്കാറുള്ളത്. അവിടെ പ്രത്യേകിച്ച് സ്റ്റേജൊന്നും കെട്ടിയിട്ടല്ല, പ്രദക്ഷിണ വരിയിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നിലത്തിരുന്നാണ് കാണേണ്ടത്. അവിടെ അതിന് തൊട്ടടുത്തായിട്ടൊരു വലിയ ബോർഡിൽ സീൻ ബൈ സീനായിട്ട് രംഗത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ അത് നല്ല ഉപകാരമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കളി കണ്ടാലും മനസ്സിലാവാൻ സാധിക്കും കേട്ടോ. അടുത്ത ചോദ്യം, ശൈലജ ഹരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വൈശാഖ മാസം എന്ന് വരെയാണ് എന്നൊന്ന് പറയണേ എന്ന്. മെയ് 26-ാം തീയതി വരെയാണ് കേട്ടോ വൈശാഖ മാസം ഉള്ളത്. ഇപ്പോൾ ഏപ്രിൽ 28 തുടങ്ങി മെയ് 26ഓട് കൂടിയിട്ടാണ് വൈശാഖ മാസം അവസാനിക്കുന്നത്. വൈശാഖ മാസത്തിൽ മെയ് 19-ാം തീയതി തുടങ്ങിയിട്ട് 26-ാം തീയതി വരെ ഒരു ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട് നമ്മുടെ ആധ്യാത്മിക ഹാളിൽ. ആധ്യാത്മിക ഹാള് വരുന്നത് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ, ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ തൊഴുതതിന് ശേഷം പിന്നെയും മുന്നോട്ട് പോകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കോർണർ, ആ ഭാഗത്ത് നേരെ കാണാൻ സാധിക്കും നമുക്ക് ആ ഗോവണി. അതവിടെ വിശ്വരൂപത്തിൻ്റെ
ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഗോവണി കാണാൻ പറ്റും. ആ ഗോവണിയിലൂടെ കയറി ചെല്ലുന്നതാണ് ആധ്യാത്മിക ഹാള്. 2 ഹാളുണ്ട്, AC ഹാളും നോൺ AC ഹാളും അങ്ങനെയുണ്ട് കേട്ടോ. AC ഹാളിലാണ് ഇപ്രാവശ്യം സപ്താഹം നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സപ്താഹത്തിലൊന്ന് കയറി തൊഴുത് നമസ്കരിക്കാൻ മറക്കണ്ട കേട്ടോ. ശ്രീദേവി ഉല്ലാസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, മോളുടെ കയ്യിൽ അലർജി ഉണ്ട്, ഭഗവാൻ എന്ത് വഴിപാടാണ് അലർജി മാറാൻ വേണ്ടത് എന്ന്. ചേന വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അലർജി മാറാനായിട്ട് ചേന എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അത് ചേന നമുക്ക് വേണമെങ്കിൽ വാങ്ങി കൊണ്ടുവന്ന് വെക്കാം. അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടെ ഭണ്ണാരത്തിൻ്റെ അവിടെയായിട്ട് ചേന ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതെടുത്ത് ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാനും സാധിക്കും. അതും ഭക്തൻ്റെ ഇഷ്ടം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഉഷാവാസന്തി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ചൂല് വെക്കുന്നതിനെ പറ്റി പറയുമോ എന്ന്. ഇത് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ 3 പേരെ, സിസ്റ്റേഴ്സാണ് കേട്ടോ, അവരെ കണ്ടിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ മാത്രം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അവർക്ക് സവിത പറഞ്ഞിട്ടുണ്ട് ചൂല് വയ്ക്കാൻ പാടില്ല എന്നൊന്നുമില്ല എന്ന്. ബാക്കി 2 പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചൂല് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടുമില്ല എന്നുള്ളത്. അപ്പോൾ അവരവിടെ എത്തിക്കഴിഞ്ഞു. ഭഗവാന്റെ മുമ്പിൽ നിന്ന് തൊഴുന്ന സമയത്ത് അവർ ചൂലിങ്ങനെ കുത്തനെ പിടിച്ചു അത്രേ. അപ്പോൾ നേരെ മറവ് വന്നു. പിന്നിലുള്ള ആളുകളൊക്കെ ചീത്ത പറഞ്ഞു, അവർക്ക് ആകെ വിഷമായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ കുത്തനെ പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറോട് ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു, വെക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞു. എന്നാലും അവർക്കൊരു പേടി, വെക്കാൻ പാടുമോ ഇല്ലയോ എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഉണ്ണികൃഷ്ണനാണ്. എന്ത് വഴിപാട് ചെയ്യുന്നതിലും ഒരു മടിയും വിചാരിക്കേണ്ട. അത് നിങ്ങളും നിങ്ങളുടെ ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള ബന്ധം പോലെ ഇരിക്കും. അങ്ങനെയുള്ളൂ കേട്ടോ. ചൂല് വയ്ക്കുക എന്നുള്ളതല്ല, അതിനൊരു കഥയും കൂടിയുണ്ട്. പണ്ട് ഈ അറക്കപ്പൊടി എന്നൊക്കെ പറഞ്ഞ ഒരു വസ്തുവുണ്ട്, വിറകിൻ്റെ പൊടിയാണ്. അത് വെച്ച് കത്തിക്കുന്ന എന്താ പറയുക, സ്റ്റൗവ്, അടുപ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിറകിൻ്റെ പൊടി നിറച്ചിട്ട് കത്തിക്കുന്ന, തിരിയിട്ട് കത്തിക്കുന്ന തരത്തിലുള്ള സ്റ്റൗവൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു എന്താ പറയുക, മരക്കമ്പനി, തടിക്കമ്പനി എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്നാണ് ഈ മരപ്പൊടിയൊക്കെ കിട്ടുക. അപ്പോൾ ഈ മരപ്പൊടി വെച്ചിട്ട് തുലാഭാരം തൂക്കിക്കോളാം എന്ന് നേർന്നു അത്രേ ഒരമ്മ. ആ അമ്മയ്ക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്ന സമയത്താണ് മരപ്പൊടി വെച്ചിട്ട് ഭഗവാന് ഈ ഒരു തുലാഭാരം നേർന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി, സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ഉയർന്നതായി, അവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു തുലാഭാരത്തിനായിട്ട് ഗുരുവായൂർ വരുന്നത്. ഇവിടെ വന്നപ്പോൾ അവർക്ക് മരപ്പൊടി എന്ന് പറയാൻ വലിയ നാണക്കേട് തോന്നിയിത്രേ. ഈ കേവലം ഒരു മരപ്പൊടി കൊണ്ടാണോ ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണന് തുലാഭാരം തൂക്കേണ്ടത്? അത് വേണ്ട എന്ന് കരുതിയിട്ട് ആ അമ്മ ഏറ്റവും വില കൂടിയ വെണ്ണ കൊണ്ട് തന്നെ തുലാഭാരം തൂക്കാൻ വിചാരിച്ചു. അങ്ങനെ ആ അമ്മയെ വെച്ചു, വെണ്ണയുടെ ആ ഒരു കുടം, വെണ്ണക്കുടം തൊട്ടപ്പുറത്തും വെച്ചു, തുലാഭാരം തൂക്കാൻ തുടങ്ങി. എത്ര കിലോ വെണ്ണ വെച്ചിട്ടും ഈ തട്ട് ഇങ്ങോട്ട് താഴണില്ല. ആ അമ്മ ഇരിക്കുന്ന തട്ട് തുല്യമാവുന്നേ ഇല്ല കേട്ടോ. കുറേ തവണ ശ്രമിച്ചു നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ തുലാഭാരം തൂക്കുന്നിടത്ത് അവർ തന്നെ ചോദിച്ചു അത്രേ, അമ്മ സത്യം പറയൂ, നിങ്ങൾ ഇതുകൊണ്ട് തന്നെയാണോ തുലാഭാരം തൂക്കാൻ നേർന്നത് എന്ന്. അപ്പോഴാണ് അത്ര അമ്മ പറയണത്, ഇതുകൊണ്ടായിരുന്നില്ല, ഞാൻ ഈ വിറക് പൊടി കൊണ്ടായിരുന്നു അങ്ങനെ നേർന്നത്. വിറക് പൊടി എന്നൊക്കെ പറയുന്നത് ഒരു രണ്ടാന്തരായി തോന്നിയോണ്ട് ഞാൻ വെണ്ണാന്നാക്കി മാറ്റിയതാണ്. ഒട്ടും സംശയിക്കേണ്ട. എന്തുകൊണ്ടാണോ നിങ്ങൾ ഭഗവാനെ തുലാഭാരം നടത്തിക്കോളാമെന്ന് നേർന്നിരിക്കുന്നത്, ഭഗവാന്റെ മുമ്പിൽ തുലാഭാരം നടത്തിക്കോളാമെന്ന് നേർന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെയ്താലേ ഇതിനൊരു മാറ്റം വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മ വിറക് പൊടി കൊണ്ട് തുലാഭാരം തൂക്കിയെന്നും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെണ്ണയും വിറക് പൊടിയും ഭഗവാൻ ഒരുപോലെയാണോ എന്ന്. എല്ലാം ഭഗവാൻ ഒരുപോലെയാണ്. ആത്മാരാമനാണ് ഭഗവാൻ. ഭഗവാൻ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാന് നൽകുകയാണെങ്കിലുണ്ടല്ലോ, ഭഗവാൻ ഒരിക്കലും അത് നമ്മൾക്ക് ഇതേ ഇവൾ തന്നുള്ളൂ എനിക്ക് എന്ന് ചിന്തിക്കില്ല. ഇതെനിക്ക് അവൾ തന്നതാണ് എന്നാണ് അത്രേ ചിന്തിക്കുക. അതേമാതിരി കഴിഞ്ഞ ദിവസം ആചാര്യൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, വേറൊന്നുമല്ല, ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം പറയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം മഹാത്മ്യം പറയാണ്. അദ്ദേഹം പറയൂത്രേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചാൽ ഇവൻ എൻ്റെയാണ് എന്ന്, അല്ലെങ്കിൽ ഇവൾ എൻ്റെയാണ്. ഭഗവാനെ അവരെ ചേർത്ത് പിടിക്കുന്നതിൽ വലിയ ആനന്ദമാണ് അത്രേ.
ഇവൻ എൻ്റെയാണ്. അപ്പം നമ്മളിങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകും. അത് തെറ്റായി പോകുന്നത് നമ്മുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട് ഈ തീരുമാനം തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് വേണ്ട എന്നങ്ങനെ കുറേ പറയുന്നുണ്ടെങ്കിലും നമ്മളത് കേൾക്കാതെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ആ ഒരു ഡിസിഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ അത് തന്നെ മതി, നമ്മുടെ മോഹം കൊണ്ടാണ് അത് തന്നെ മതി എന്നിങ്ങനെ വിചാരിക്കും. അവസാനം എന്താണ്ടാവുക, അപ്പോൾ അതിന് ഒരു തിരിച്ചടി നമുക്ക് കിട്ടും. അപ്പോഴാണ് നമ്മൾ അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ഈ ഒരു സന്ദർഭത്തിന് ആചാര്യൻ പറയാറുണ്ട്, ചില സമയത്ത് നമ്മൾ വാശി പിടിക്കും. ഈ വാശി പിടിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തടുത്ത് വെച്ചിരിക്കുകയാണ്. ചില ടോക്സിക് റിലേഷൻഷിപ്പ് അങ്ങനെയാട്ടോ, നമുക്ക് എത്രതായാലും ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കില്ല. കാരണം നമുക്ക് പുറത്ത് കിടക്കണമെന്ന് മോഹമൊക്കെ ഉണ്ടാവും, ഇത് ശരിയല്ല എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇല്ല സാരില്ല, നമുക്ക് അവരോടുള്ള സ്നേഹം, അന്ധമായ സ്നേഹം കൊണ്ട് നമ്മൾ വിചാരിക്കും സാരില്ല പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകും. അത് ഒരടി ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന്. അത് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. ആലോചിച്ച് നോക്കിയാൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും അങ്ങനത്തെ അനുഭവങ്ങൾ. അപ്പോൾ അത് ആചാര്യൻ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാൻ ഇങ്ങനെ കൈ കൊണ്ട് തടുത്ത് ഇവൻ എൻ്റെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ നേരെ വരുന്ന ഓരോ പരാജയങ്ങളെയും തട്ടി മാറ്റാൻ ഭഗവാന്റെ കൈ അവിടെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വാശി പിടിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ വാശി പിടിക്കുമ്പോൾ ഭഗവാൻ ആ കൈ ഒന്നിങ്ങനെ ഉയർത്തുത്രേ. ആ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാരബ്ധം കറക്റ്റായിട്ട് നമ്മളെ വന്ന് അങ്ങോട്ട് ഹിറ്റ് ചെയ്യും. ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പിന്നിലേക്ക് പോകുമ്പോൾ ഭഗവാൻ വീണ്ടും കൈ അവിടെ വയ്ക്കൂത്രേ. ഇനിയൊന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം, നിനക്കിപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ശരിക്കും എനിക്ക് അത് എൻ്റെയും കൂടി അനുഭവമാണ്, എല്ലാവരുടെ അനുഭവത്തിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു തവണയെങ്കിലും അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലത്തെ ഒരു ഗുണം എന്താണെന്നറിയോ, നമുക്ക് അതിനെയൊക്കെ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഫേസ് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരടി കിട്ടിയാൽ നമ്മൾ തളർന്നു വീഴുന്നതിന് പകരം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് ശക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അതിനുദാഹരണമാണ് അർജുനൻ. വളരെയധികം തളർന്നിരുന്ന, യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന് എനിക്കിനി ഒന്നും വേണ്ട, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്, അവരെ തളർത്തിക്കൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നിരുന്ന അദ്ദേഹത്തിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം കേട്ടോ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ആ ഉദാഹരണം. എനിക്ക് ഈ പാണ്ഡവന്മാരെ ഭഗവാൻ സംരക്ഷിച്ച ഉദാഹരണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ഒരു ഭാഗമാണ് ഈ ഒരു മഹാഭാരത യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അർജുനൻ ഭഗവാനോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഭഗവാനോട് പറയും, ഈ ഒരു യുദ്ധം നടന്നില്ലെങ്കിൽ പാണ്ഡവന്മാർ ഈ ദേശം വിട്ടു പോകണം, വനവാസത്തിന് പോകണം, അതല്ലേ വേണ്ടൂ, അതിന് ഞാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് കാടൊരു പുത്തരിയല്ല എന്നാണ് അർജുനൻ പറയുന്നത്. കാട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് പ്രിയജനങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രിയജനങ്ങളെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കൊന്നാലല്ലേ ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അവരെ നീ കൊന്നില്ലെങ്കിലും അവരെന്തായാലും ചാവാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നീയാണ് ഈ വധിക്കേണ്ടത് എന്നുള്ളത് നിന്റെ നിയോഗമാണ്, നിയോഗത്തിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഉണ്ണികൃഷ്ണനില്ലേ നമ്മുടെ. ആ ഒരു ഉണ്ണികൃഷ്ണൻ ആ ഒരു രീതിയാണ് ജീവിതത്തിലുടനീളം അദ്ദേഹം ചെയ്യുക. നമ്മൾ തളർന്നിരിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്ന അടിയിൽ നിന്നൊന്നും നമ്മൾ തളർന്നു പോകാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. പൂർവാധികം ശക്തിയോടെ അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ കുറേ പറഞ്ഞു അല്ലേ. ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് വാക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റില്ല, തുടക്കം മാത്രമേ കിട്ടുള്ളൂ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആകെ 2 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്കറിയില്ല കേട്ടോ ഇതിങ്ങനെ ചോദ്യോത്തരങ്ങളായിട്ട് തന്നെ പോകണോ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സത്സംഗം എന്ന ഈ ഒരു പരിപാടി നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അനുസ്യൂതം അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൊണ്ടുപോകണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും പക്ഷേ ചോദ്യങ്ങൾ ഇനിയും നിങ്ങളുടെ മനസ്സിൽ, ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഗുരുവായൂരിനെ കുറിച്ചും ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ചും ഒക്കെ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനിയും സംശയങ്ങളുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ആ സംശയങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. ആ ഷെയർ ചെയ്യുന്ന സംശയങ്ങൾ പറയാം നമുക്ക്. എന്നാലും അത് ഇനി വേറൊരു സെഷനായിട്ട് പറയണോ അതോ
ഇതിൽ തന്നെ പറയണോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ പോകെ 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 മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാം എന്നുമുള്ള ഒരു വാക്ക് തരാനേ ഇപ്പം എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നാളെ പുതിയ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.